രാജ്യത്ത് തീവ്രവാദികളെ പിടിക്കാനുള്ള ഒരു നിർണായകമായ ഒരു നീക്കം കേന്ദ്ര സർക്കാർ നടത്തുകയാണ്. ഓരോ സംസ്ഥാനത്തെയും ATS തീവ്രവാദികളെ ഓരോ ദിവസവും ഓരോ സംസ്ഥാനത്ത് നിന്നും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പാകിസ്ഥാന്റെ ISI ബന്ധമുള്ളവരെയൊക്കെ അടക്കം. നിലവിൽ മഹാരാഷ്ട്രയിലെ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകരവാദ ശൃംഖലയ്ക്കെതിരെ കടുത്ത നടപടിയുമായി മഹാരാഷ്ട്ര ATS. ISI ബന്ധമുള്ള ഭീകരൻ ഷൻസാദ് ഭട്ടിയുടെ നേതൃത്വത്തിലുള്ള ശൃംഖലയെ തകർക്കാൻ സംസ്ഥാനത്തുടനീളം 158 കേന്ദ്രങ്ങളിലാണ് ATS ഒരേ സമയം റെയ്ഡ് നടത്തിയത്. സോഷ്യൽ മീഡിയ വഴി യുവാക്കളെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കുകയും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി റിക്രൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ഈ സംഘത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പുലർച്ചെ 4 മണിയോടെ ആരംഭിച്ച ഈ അപ്രതീക്ഷിതമായ ഒരു ഓപ്പറേഷൻ ATSന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കേന്ദ്ര ഏജൻസികളുടെയും മറ്റ് സംസ്ഥാന സുരക്ഷാ വിഭാഗങ്ങളുടെയും ഏകോപനത്തോടെ നടത്തിയ പരിശോധനകളിൽ കിഴക്കൻ വിദർഭ മേഖലയിൽ നിന്ന് 10ഓളം പേരെ നിലവിൽ ATS കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതിൽ 4 പേർ നാഗ്പൂരിൽ നിന്നുള്ളവരാണ്. നാഗ്പൂരിന് പുറമെ വാർധ, ഗഡ്ചിരോലി, ചന്ദ്രപൂർ, അകോല, ഛത്രപതി സംഭാജി നഗർ, പൂനെ, മുംബൈ എന്നിവിടങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിലും തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ ഉപഭോക്താക്കളെ നിരന്തരം നിരീക്ഷിച്ചാണ് ഷഹനാദ് ഭട്ടിയുടെ സംഘം ഇരകളെ കണ്ടെത്തുന്നത്. ഇൻസ്റ്റാഗ്രാമും അതോടൊപ്പം തന്നെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ സഹായത്തോടെയും അതോടൊപ്പം തന്നെ എൻക്രിപ്റ്റ് ചെയ്ത മറ്റ് ആപ്പുകളുടെയും സ്വകാര്യ സന്ദേശങ്ങൾ അയച്ചാണ് ഇവർ യുവാക്കളെ സ്വാധീനിക്കുന്നത്. തുടക്കത്തിൽ ലൊക്കേഷൻ വീഡിയോകൾ പങ്കുവെക്കുന്നതാണ്. കൂടാതെ ഇതുപോലുള്ള ലളിതമായ ജോലികൾ നൽകി വിശ്വസ്തത നേടിയ ശേഷം പണം, പ്രശസ്തി, വിദേശ ജോലി തുടങ്ങിയ വാഗ്ദാനങ്ങൾ നൽകി ഇവരെ വലയിലാക്കുകയാണ് പതിവ്. തുടർന്ന് ഇവരെ അട്ടിമറി പ്രവർത്തനങ്ങൾക്കും ഭീകരാക്രമണങ്ങൾക്കുമായി ഉപയോഗിക്കുന്നതാണ് ഷഹനാദ് ഭട്ടിന്റെ ഒരു രീതി. ഹൈബ്രിഡ് യുദ്ധമുറയുടെ ഭാഗമായി സോഷ്യൽ മീഡിയയെ രാജ്യത്ത് ആഭ്യന്തര അശാന്തി പടർത്താനുള്ള ആയുധമാക്കുകയാണ് ഈ പാക് ശൃംഖലയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയാണ്. ജൂൺ 17 ജാർഖണ്ഡിലെ RSS ഓഫീസിലുണ്ടായ സ്ഫോടനത്തിലും മെയ്, ജൂൺ മാസങ്ങളിലായി പഞ്ചാബിൽ 3 പോലീസുകാർക്ക് നേരെ നടന്ന വെടിവെപ്പിലും ഈ ഷഹനാദ് ഭട്ടിയുടെ ശൃംഖലയ്ക്ക് വലിയ പങ്കുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുകയാണ്. ഇന്ത്യയിൽ ഉടനീളം കുറഞ്ഞ ചെലവിൽ സ്ലീപ്പർ സെല്ലുകൾ നിർമ്മിച്ച് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനാണ് ISI ഹാൻഡിലർമാരുടെ ഈ പ്രോക്സി ഗ്രൂപ്പ് ശ്രമിക്കുന്നത്. നാഗ്പൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത വിവിധ പശ്ചാത്തലത്തിലുള്ള 4 പേരെ നിലവിൽ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. ഇവരുടെ മൊബൈൽ ഫോണുകൾ, ഡിജിറ്റൽ ഉപകരണങ്ങൾ എന്നിവ പിടിച്ചെടുത്ത് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. കൂടാതെ ഇവരുടെ സാമൂഹിക ബന്ധങ്ങളും സാമ്പത്തിക ഇടപാടുകളും ഡിജിറ്റൽ ഫുട് പ്രിന്റുകളും അന്വേഷണ പരിധിയിലാണ്. കഴിഞ്ഞ മാസങ്ങളിൽ ഡൽഹി, ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹരിയാന എന്നിവിടങ്ങളിൽ നടന്ന സമാനമായ റെയ്ഡുകളിൽ വൻതോതിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും ഡിജിറ്റൽ തെളിവുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ക്ഷേത്രങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ, പൊതുസ്ഥലങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടുള്ള ആക്രമണ പദ്ധതികളാണ് അന്ന് തകർത്തത്. പാകിസ്ഥാൻ സ്വദേശിയായ ഷഹനാദ് ഭട്ടി മുമ്പ് സോഷ്യൽ മീഡിയയിലൂടെ വലിയ അനുയായികളെ സൃഷ്ടിച്ച ശേഷമാണ് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന്റെ ഉപകരണമായി മാറിയത്. ATSന്റെ പ്രത്യേക ഓപ്പറേഷൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സംശയാസ്പദമായ ഓൺലൈൻ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ അധികൃതരെ വിവരം അറിയിക്കാൻ പൊതുജനങ്ങളോട് സുരക്ഷാ വിഭാഗം ഉറപ്പ് നൽകിയിട്ടുണ്ട്. കൂടാതെ ട്വിറ്റർ, അതോടൊപ്പം തന്നെ ടെലിഗ്രാം പോലെയുള്ള ആപ്പുകൾ ഉപയോഗിക്കുമ്പോൾ വിദ്യാർത്ഥികൾ കൂടുതലുമായി അല്ലെങ്കിൽ ജൻസികൾ കൂടുതലുമായും ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അനാവശ്യമായ മെസ്സേജുകൾ അല്ലെങ്കിൽ വീഡിയോകൾ അതിലൊന്നും ചെന്ന് ചതിയിൽപ്പെടരുതെന്ന് ATS ഒരു നിർദ്ദേശം നൽകുന്നുണ്ട്. കാരണം ഈ വിദ്യാർത്ഥികളെ അടക്കം നിങ്ങൾക്ക് ഈ തീവ്രവാദ മേഖലയിലേക്ക് വന്നാൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള പണം സമ്പാദിക്കാം എന്നൊക്കെയുള്ള ഒരു പരസ്യങ്ങൾ നൽകിയാണ് ഇവർ വിദ്യാർത്ഥികളെ ഈ തീവ്രവാദത്തിന്റെ വലയിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ATS അടക്കമുള്ളവർ സമൂഹ മാധ്യമ പേജുകളടക്കം വലിയ രീതിയിലുള്ള ഒരു ശ്രദ്ധ 24 മണിക്കൂറും കേന്ദ്രീകരിക്കുന്നുണ്ട്. കൂടാതെ വിദ്യാർത്ഥികൾക്കടക്കം ജനങ്ങൾക്കടക്കം ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.